ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പൊന്നാനിക്കാറുള്ള സ്പെഷ്യൽ മുട്ടപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഈ മുട്ടപ്പത്തിരി നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. അതിനു വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പാടെ നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി ഒരു 10 പപ്പടം കൂടി കുതിർത്താൻ വെക്കുകയാണ്. ഇതാ പപ്പടം ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പപ്പടം കുതിരാൻ വേഗം കുതിരും. അരി കുതിർന്നെങ്കിൽ 3-4 മണിക്കൂർ വേണം. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ അരിയും ഉഴുന്നും പാടെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ വേഗം അരച്ചിട്ട് വേഗം ഉണ്ടാക്കാം. പപ്പടം ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ അതങ്ങ് കുതിർന്ന് കിട്ടും വേഗം. ഇപ്പം നമ്മൾ അരിയും പപ്പടവും ഒക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിനി അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് വാരിയിടാം. ഇപ്പം ഞാനിത് കുറച്ച് അരി ഇട്ടിരിക്കണ കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. തോന അരി ഇടുകയാണെങ്കിൽ 1-2 പ്രാവശ്യം അരച്ചെടുത്താൽ മതി കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഈ പപ്പടം കൂടി ഈ വെള്ളത്തോടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. അരി മുങ്ങി നിൽക്കണ വെള്ളമായാൽ മതി. ഇത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ കൊണ്ടുപോയിട്ട് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ അരി നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. മാവ് വല്ലാതെ കട്ടിയാവാൻ പാടില്ല. കട്ടിയായാൽ പൊന്തി വരില്ല കേട്ടോ മക്കളെ. ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ടിടാം. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ഇറ്റാലിയ കമ്പനിയുടെ എണ്ണയാണ്. അത് ഒഴിച്ചു കൊടുക്കാം. നല്ല എണ്ണയാണ് ഇറ്റാലിയ കമ്പനിയുടെ എണ്ണ കേട്ടോ മക്കളെ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊന്തി വരുന്നുണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ട പൊന്തി വന്നിക്കണത്. ഇത് കുണ്ടുള്ള ചട്ടിയിൽ ഒഴിക്കണോണ്ടാണ് ഇങ്ങനെ ഗുണ്ടായിട്ട് വരുന്നത്. പരന്ന ചട്ടിയിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. ഇപ്പം ഇത് ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. നമുക്കിനി അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വിചാരിക്കും മുട്ടപ്പത്തിരി പറഞ്ഞാൽ മുട്ടയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ. ഇത് മുട്ടയുടെ ഒരു ഇതുപോലും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇത് കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് എടുക്കാം. എണ്ണയൊക്കെ നല്ല വടിഞ്ഞു പോട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ മുട്ടപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. അയ്യവാ, മേലെ നല്ല മൊരുമൊരും അടിയിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ എൻ്റെ മക്കളെ? ഇത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ വെച്ച് കഴിക്കാൻ എന്താ ടേസ്റ്റ് ആയിരിക്കും വെച്ചിട്ടാ. അങ്ങനെ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ളതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.